വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ നടക്കാനായി ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ചേച്ചി ചെയ്യേണ്ടതെന്ന് ഒരു ദിവസം ഒരു കമൻറ്റെങ്കിലും നമ്മുടെ ചാനലിൽ കേൾക്കാറുണ്ട് കേട്ടോ. ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അത് ശരീരത്തിനകത്ത് നടക്കുന്നൊരു പ്രോസസ്സാണ്. അത് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മെഡിസിൻസ് പ്രോപ്പറായിട്ട് എടുക്കുക, അതുപോലെ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുക, ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. ഇതെല്ലാമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ടെൻഷൻ ഇല്ലാതിരിക്കുക, ശരീരത്തിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം എക്സസൈസുകളാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള 5ഓളം ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ട് വീഡിയോസ് ഇതിനോടകം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഭയങ്കരമായിട്ട് ക്വാളിറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു 5 എക്സസൈസാണ് ഞാനിവിടെ പിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പേടിയൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. ആ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആവുകയും ഇല്ല കേട്ടോ. അപ്പോൾ ആ എക്സസൈസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ഫോളോ ചെയ്തിട്ടാണ് പ്രഗ്നന്റ് ആയത് എന്നുള്ള സ്റ്റോറി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് തോന്നുന്ന ടിപ്സ് എടുത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കുന്നതിൽ ഏറ്റവും ആദ്യത്തെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് സുപ്ത ബദ്ധകോണാസന എന്ന് പറയുന്ന ഒരു ഫെർട്ടിലിറ്റി എക്സസൈസ് ആണ്. ഈ ഫെർട്ടിലിറ്റി എക്സസൈസിൽ കാറ്റഗറിയിൽ പെടുന്ന എല്ലാം തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എക്സസൈസുകളാണ്. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇവയെല്ലാം തന്നെ നമുക്ക് ആ ഒരു ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് ആ ഭാഗങ്ങളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ആണ് സുപ്ത ബദ്ധകോണാസന എന്ന് പറയുന്നത്. ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ മാറ്റിലോ ബെഡിലോ നിങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുക. ശേഷം നിങ്ങളുടെ 2 പാദത്തിന്റെയും ഉള്ളംകാലുകൾ ചേർന്ന് വരുന്ന രീതിക്ക് നിങ്ങൾ കാല് ഒന്ന് ചുരുട്ടി വെച്ചിട്ട് ആ ഒരു പൊസിഷനിൽ കിടക്കുക. ബട്ടർഫ്ലൈ എക്സസൈസിൽ നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ കിടക്കുന്ന ഒരു എക്സസൈസ് ആണ് ഈ സുപ്ത ബദ്ധകോണാസന എന്ന് പറയുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാനിവിടെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ബട്ടർഫ്ലൈ എക്സസൈസ് ഒരുപാട് ആളുകൾക്ക് ചെയ്ത് ബെനിഫിറ്റ് കിട്ടിയ ഒരു എക്സസൈസ് ആണ്. പക്ഷേ ചുരുക്കം ചില ആളുകൾക്ക് ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബട്ടർഫ്ലൈ കാലിട്ട് അനക്കുന്നത് പോലെ ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോഴേക്കും ആ ഭാഗത്ത് നമുക്ക് കൂടുതൽ അനങ്ങില്ലേ, ലോവർ അബ്ഡമൻ പോർഷനിൽ ഒരുപാട് വേദന ഉണ്ടാവുമോ, ഇറിറ്റേഷൻ ഉണ്ടാവുമോ, ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുമോ, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് വിഷമിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒട്ടും തന്നെ ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സസൈസ് ആണ് സുപ്ത ബദ്ധകോണാസന എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ 2 പാദവും തമ്മിൽ ചേർത്ത് പിടിച്ചിട്ട് ആ ഒരു പൊസിഷനിൽ നമ്മൾ കിടക്കുമ്പോഴേക്കും നമ്മുടെ പെൽവിക്കിന്റെ ഭാഗമൊക്കെ ഒന്ന് വൈഡ് ആകുന്നു, നമ്മുടെ ഹിപ്പ് ഒന്ന് ഓപ്പൺ ആകുന്നു. ഇത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നു. നമ്മുടെ ഇടുപ്പിന്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ പല പ്രത്യുൽപാദന അവയവങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഹിപ്പ് ഓപ്പൺ ആവുന്ന അവസരങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നമ്മൾ കാല് വെക്കുന്ന അവസരത്തിൽ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ നല്ല ഫോഴ്സിൽ അതിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടും ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടും അത് സഹായിക്കും കേട്ടോ. രണ്ടാമത്തെ എക്സസൈസ് ആണ് ബ്രിഡ്ജ് പോസ് അഥവാ സേതുബന്ധാസന എന്ന് പറയുന്നത്. ഈ ബ്രിഡ്ജ് പോസിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരെ യോഗ മാറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡിലോ കിടക്കുക. ശേഷം നമ്മുടെ 2 കാൽപാദവും കുത്തിയതിന് ശേഷം ഇടുപ്പ് മാത്രം ഒന്ന് പൊക്കി കൊടുക്കുക. ഇതിൻ്റെയും ഇമേജ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ചെയ്യുമ്പോഴും നമ്മുടെ ബോഡി ഒരു സ്ലോപ്പിലോട്ടാണ് പോകുന്നത്. ഇതും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. നമ്മുടെ പെൽവിക്കിന്റെ ഭാഗം സ്ട്രെച്ച് ആക്കുന്നതിന് വേണ്ടിയിട്ടും അബ്ഡോമിനൽ ഓർഗൻസിന്, അതായത് നമ്മുടെ ആ ഒരു വയറിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഓർഗൻസ്, നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ് ആണെങ്കിലും നമ്മുടെ യൂട്രസ് ആണെങ്കിലും സെർവിക്സ് ആണെങ്കിലും ഇതിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പ്രഗ്നൻസി ആകുന്നതിനും ഇത് സഹായിക്കുന്നു. ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു എക്സസൈസും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നല്ലതുപോലെ ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ഈ ഒരു എക്സസൈസിന്റെ പോസിൽ നമ്മൾ നിൽക്കുക. അതായത് ശ്വാസം നല്ലതുപോലെ അകത്തേക്ക് വലിച്ച് ഇടുപ്പ് പൊക്കുക. ശ്വാസം നല്ലപോലെ സ്ലോലി വിട്ട് ഇടുപ്പ് താഴ്ത്തി നോർമൽ പൊസിഷനിലോട്ട് എത്തുക. എഗെയിൻ നമ്മൾ ആ ഒരു പൊസിഷനിൽ നല്ലതുപോലെ ശ്വാസം വലിച്ചു പിടിച്ച് ഹിപ്പ് പൊക്കുക. ശ്വാസം പയ്യെ വിട്ടിട്ട് ഹിപ്പ് താഴ്ത്തി നോർമൽ പൊസിഷനിലോട്ട് എത്തുക കേട്ടോ.
10 to 15 മിനിറ്റ്സ് വരെയെങ്കിലും നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം പറഞ്ഞ നമ്മുടെ സുപ്തപദകോണാസന എക്സസൈസിലാണെങ്കിലും നമ്മൾ ആ ഒരു പൊസിഷൻ തന്നെ ചെയ്യുക. നമ്മൾ ബെഡിൽ അങ്ങനെ കാലുകൾ ചേർത്ത് പിടിച്ച് കിടന്നിട്ട് നല്ലതുപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക കേട്ടോ. അത് നിങ്ങൾ ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതാണ് നമ്മുടെ മാലാസന. ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കാത്തവരാരും തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലെ. ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതിക്കാണ് നമ്മൾ ഈ മാലാസന എക്സസൈസ് ചെയ്യുന്നത്. ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതി നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കുക. നമ്മുടെ ആ ഒരു ഭാഗമൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് വൈഡ് ആകും. ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പർപ്പസ് അതാണ്. വൈഡ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മസിൽസ് ഒക്കെ നല്ലതുപോലെ ഒന്ന് സ്ട്രെച്ച് ആകുന്നതിനും രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ മാലാസന എക്സസൈസ് ചെയ്യുമ്പോഴും നിങ്ങൾ ആ പോസിൽ ഇരുന്നിട്ട് നല്ലതുപോലെ ശ്വാസം അകത്തേക്ക് വലിക്കുക. വെറുതെ അങ്ങനെ വലിച്ചാൽ പോരാ, നല്ല ഡീപ്പായിട്ട് ഈ ഒരു സൗണ്ട് നിങ്ങൾക്ക് വരില്ലേ, ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ ശ്വാസം വലിക്കാൻ. സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്ത് വിടുക. ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു എക്സസൈസും 10 to 15 മിനിറ്റ്സ് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വരെ മാക്സിമം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു എക്സസൈസ് ആണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ, ഒരുപാട് സക്സസ് സ്റ്റോറീസിൽ ആളുകൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്. ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കാൽഭാഗം നേരെ ഉയർത്തി ഒരു മദറിലോട്ട് വെക്കുക. ബോഡിയുടെ ഒരു പോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് 90 ഡിഗ്രിയിൽ നിൽക്കുന്നതായിരിക്കും ഈ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസിന്റെ ഒരു പോസ് എന്ന് പറയുന്നത്. നമ്മുടെ ബാക്കിന്റെ പോർഷൻ കറക്റ്റ് ആയിട്ട് മദലിൽ മുട്ടുക, രണ്ട് പാദവും ഉയർത്തി മദലിന്റെ മുകളിലോട്ട് നമ്മൾ വെക്കുക. ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ അബ്ഡോമിനൽ ഭാഗത്തേക്ക് ഉണ്ടാകുന്നു. നമ്മുടെ ഇടുപ്പിന്റെ ഭാഗത്തേക്കും നമ്മുടെ യൂട്രസിന്റെ ഭാഗത്തേക്കും അത് നല്ലതുപോലെ പ്രഷറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഈ എക്സസൈസ് നമുക്ക് 15 മിനിറ്റ് വരെ 10 മിനിറ്റ് വരെയൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പൊസിഷനിൽ നിന്ന് കഴിയുമ്പോൾ കാലിൽ മരവിപ്പോ അസ്വസ്ഥതയോ ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കേട്ട് എക്സസൈസ് ട്രൈ ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ ഒരു 5 മിനിറ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ദെൻ റിലാക്സ് ചെയ്യുക, പിന്നെയും 5 മിനിറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. 15 മിനിറ്റ്സ് ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. കാലിൽ ചിലപ്പോൾ ആ ഒരു എക്സസൈസ് ചെയ്ത് എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് മരവിപ്പോ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ചില ആളുകൾ ഇത് ചെയ്യണ്ടെന്ന് വിചാരിച്ച് മാറ്റിക്കളയും. അങ്ങനെ മാറ്റിക്കളയേണ്ട ഒരു എക്സസൈസ് അല്ല ഇത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പോസിഷൻ നോക്കുക, ആ ഒരു രീതി നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക കേട്ടോ. നല്ലതുപോലെ ശ്വാസം വലിച്ചു വിട്ടിട്ട് സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു എക്സസൈസ് ആണ്. ഇതിന്റെ പേരാണ് വാക്കിംഗ്. വാക്കിംഗ് ചെയ്യുന്നവരെല്ലാവരും തന്നെ ഉണ്ടാകും. വീട്ടിലാണെങ്കിൽ കൂടി തന്നെ ചിലപ്പോൾ അകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കിംഗ് ചെയ്യുന്നവരുണ്ടാകും. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് വാക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ നോർമലി നടക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വേഗത്തിൽ വാക്കിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ ഓവറോൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ അബ്ഡോമൻ ഭാഗത്തോട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ ഉണ്ടാവില്ല. ഓവറോൾ നമ്മുടെ ബോഡിയിലോട്ട് നല്ല രീതിയിൽ അതിനിടെ ആ ഒരു ഓവറോൾ കാറ്റഗറിയിൽ നമ്മുടെ ലോവർ അബ്ഡോമൻ പോർഷനും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഒക്കെ ഇൻക്ലൂഡഡ് ആവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. വീടിനകത്തോ ടെറസിലോ മുറ്റത്തോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓവറോൾ സർക്കുലേഷനേക്കാളും കൂടുതൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് 8 വാക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മുറിയിലകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സസൈസ് ആണ് 8 വാക്കിംഗ്. 2 ഒബ്ജക്ട്സ് നിങ്ങൾ നടുക്ക് വയ്ക്കുക. അതായത് ഞാനൊരു ലൈവ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ദീജോസ് വേൾഡ് 8 വാക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഏതെങ്കിലും ഒരു ബോളോ പാത്രമോ എന്തായിക്കോട്ടെ, രണ്ടും ഒരേ ലൈനിൽ നിങ്ങൾ വെക്കുക. ദെൻ അതിനിടയിലൂടെ 8ന്റെ ഷേപ്പിൽ നിങ്ങൾ നടക്കാനായിട്ട് നോക്കുക. ഇതാണ് 8 വാക്കിംഗ്. ഇമേജ് ഞാൻ കൊടുത്തേക്കാം. 8 വാക്കിംഗ് നിങ്ങൾ സ്പീഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു വളയും, നിങ്ങൾ 8ന്റെ ഷേപ്പിലോട്ട് നമുക്ക് എത്തണമല്ലോ. അപ്പൊ നമ്മുടെ ഇടുപ്പിന്റെ ഭാഗം വളയും, പിന്നെ തിരിച്ചു വളയും, അങ്ങനെ 8ന്റെ ഷേപ്പിൽ നമ്മൾ വളഞ്ഞു പോകുമ്പോഴേക്കും ഇത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ. നോർമൽ വാക്കിംഗ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ബെനഫിഷ്യൽ ആണ് 8 വാക്കിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് എന്ന് പറയുന്നത്.
ഒരുപാട് ടെൻഷനൊന്നും ഇല്ലാതെ കൂളായിട്ട് ഇരുന്നിട്ട് മൈൻഡ് സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവുലേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും ടെൻഷൻ ഇംപ്ലാന്റേഷൻ എപ്പോൾ ആകും എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു വിഷമമായിരിക്കും. ആ ഒരു ചിന്ത നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് വേണം ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഒരു കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടവും കുഞ്ഞിലോട്ടുള്ള ഓക്സിജനും അതുപോലെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ എടുക്കുന്ന ഭക്ഷണം എല്ലാം തന്നെ അതിന്റെ എല്ലാ ഗുണങ്ങളും നമ്മൾ കഴിക്കുന്ന മൾട്ടിവിറ്റമിന്റെ ഗുണങ്ങളും എല്ലാം കുഞ്ഞിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പല ആളുകളുടെയും തെറ്റിദ്ധാരണ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല, ഒരു എക്സസൈസും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് ചെയ്യുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി പ്രഗ്നന്റ് ആണെന്ന് അറിയാതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പ്രഗ്നൻസിക്ക് ഒന്നും ബുദ്ധിമുട്ടുണ്ടായില്ല എന്നൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ശരീരപ്രകൃതി ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്നത്. ചിലപ്പോൾ ആ ഒരു കമന്റ് കാണുമ്പോഴേക്കും പലരും തിങ്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ശരീരപ്രകൃതി ആയിരിക്കില്ല നിങ്ങൾക്കുണ്ടാവുന്നത്, നിങ്ങളുടെ ശരീരപ്രകൃതി ആയിരിക്കില്ല എനിക്കുണ്ടാവുന്നത്. നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ടും നമ്മുടെ യൂട്രസിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടും ഒക്കെ പലർക്കും പല സ്റ്റേജുകളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചിലർ 9 months ബെഡ് റെസ്റ്റ് എടുക്കുന്നവരുണ്ട്, ചിലവർ 9 months ജോലിക്ക് പോയിട്ട് ഡെലിവറിക്ക് പോകുന്നവരുണ്ട്. ഇവരെ എല്ലാവരും സ്ത്രീകളാണ്. ചിലപ്പോൾ ഇവരെല്ലാവരും ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും ആയിരിക്കും. പക്ഷെ അവരുടെയൊക്കെ ശരീരത്തിന്റെ കണ്ടീഷൻ ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സഫർ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു എക്സസൈസ് നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് മാത്രം ചെയ്യണമെന്നില്ല കേട്ടോ. പീരിയഡ്സിന്റെ ആ ഒരു ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാം. ഞാൻ ഈ പറയുന്ന ബ്ലഡ് സർക്കുലേഷൻ നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ ഓവറീസിൽ നിന്ന് ഏറ്റവും ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് കൃത്യമായിട്ട് തിക്നെസ് വർദ്ധിപ്പിക്കാൻ പാകത്തിന് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും അത് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.